കോഴിക്കോട് അരയിടത്തു പാലത്ത് നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 30 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്നു നൽകും കോഴിക്കോട് നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. 30ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇവരുടെയൊക്കെ ആരോഗ്യനില എന്താണ്? ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരം എന്നായിരുന്നല്ലോ നേരത്തെ പറഞ്ഞത്. എന്താണ് അയാളുടെ സ്ഥിതി? ഈ അപകടത്തിന്റെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. എങ്ങനെ അപകടം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിൻ, ഏതാണ്ട് 4:15 ഈ അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണിത്. വെർട്ടെക്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിലവിൽ 42 പേർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം 12 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ നിലയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വലിയ പരുക്കുകളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രജിൻ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം. ബസ് ഈ അരയിടത്തു പാലത്തെ ആ പാലത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു. അതിനിടയിൽ ബസ്സിന് നിയന്ത്രണം വിടുന്നു. ബസ് താഴേക്ക് മറിയുന്നു. അങ്ങനെയാണ് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. നേരത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അവർ പറയുന്നതനുസരിച്ച് ഒരു ബൈക്കിനെ ഈ ബസ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതേ സമയത്ത് തന്നെ ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ബൈക്ക് കൂടി ഈ ബസ്സിന് മുൻവശത്തുണ്ടായിരുന്നു. ഇതിനിടയിൽ ബസ് ബ്രേക്ക് ചവിട്ടുന്നു. പക്ഷേ ബസ്സിന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം ലഭിച്ചില്ല. തുടർന്ന് ബസ് തലകീഴായി മറിയുകയാണ്. അങ്ങനെ അപകടമുണ്ടായി എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ബസ് ഈ റോഡിന് കുറുകെ കിടക്കുന്ന നിലയിലായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ബസ് നിലവിൽ ഇവിടെ നിന്ന് മാറ്റുകയും അല്പസമയം ഉണ്ടായ ആ ഒരു ഗതാഗത കുരുക്ക് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വലിയൊരു അപകടമൊക്കെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വീട്ടിലേക്ക് പോകുന്ന ഒരു സമയമാണ്. നിറയെ സ്കൂൾ കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ ആശ്വാസകരമായ കാര്യം, ഏറ്റവും വലിയ പരിക്കുകൾ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരാൾക്ക് മാത്രമാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, അല്പം സീരിയസ് ആയിട്ട് പരിക്ക് പറ്റിയിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ഈ അപകടം ഉണ്ടായത്, ബസിന്റെ മറ്റ് വിവരങ്ങളൊക്കെ തന്നെ, അതിന് ഈ പെർമിറ്റുകൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ, നമ്മൾ വന്ന സമയത്ത് ഈ ബസിന്റെ 3 ടയർ തേഞ്ഞ നിലയിലായിരുന്നു. അത് അത്രയും പഴകിയ നിലയിലായിരുന്നു 3 ടയറുകൾ ഉണ്ടായിരുന്നത്. ഏതായാലും നടപടികൾ ഒരുപക്ഷെ വന്നേക്കാം. ഈ ബസ് ഡ്രൈവർക്കുൾപ്പെടെ എതിരെ നടപടികൾക്കുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും ഒരാൾക്കാണ് സീരിയസ് ആയിട്ട് പരിക്ക് പറ്റിയിട്ടുള്ളത്. അദ്ദേഹം നിലവിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.